അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് നിതീഷ് കുമാർ പോയതുകൊണ്ട് ഇന്ത്യ മുന്നണി ആകെ അങ്ങ് പൊളിഞ്ഞു എന്നുള്ള നിലയിൽ പ്രചരണം കൊടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പല ആവർത്തി ചോദിച്ചതാണ്, നമ്മുടെ പാർട്ടി ചോദിക്കുന്നതാണ്. ഒട്ടനവധി നേതാക്കന്മാരുണ്ട് ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷത്ത്, പലരും വേട്ടയാടപ്പെടുന്നു. അതെല്ലാം ശരിയെന്ന് വെക്കുമ്പോഴും നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ രാജ്യത്ത് ഞാനും നിങ്ങളും കേൾക്കുന്ന ഒരു ശബ്ദമേ ഉള്ളൂ. അത് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. അത് രാഹുൽ ഗാന്ധിയുടെ ഒരു ശബ്ദം മാത്രമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആര് പോകുന്നു ആര് വരുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. മാത്രവുമല്ല, കഴിഞ്ഞ 2019 ബീഹാറിൽ നടന്ന മത്സരത്തിൽ നിതീഷ് കുമാറും BJPയും ഒരുമിച്ച് നിന്നിട്ട് പോലും കഷ്ടിച്ചാണ് അവർ കടന്നുകൂടിയത്. നിതീഷ് കുമാർ അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ നിതീഷ് കുമാർ ഈ പറയുന്ന കോൺഗ്രസ് RJD കൂട്ടുകെട്ടിനോടൊപ്പം ചേർന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തോൽവിയാണ് ഉണ്ടായത്. അത് തെളിയിക്കുന്ന എന്താണ്? നിതീഷ് കുമാറിനെ ജനങ്ങൾ എത്രത്തോളം വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വരും കാലങ്ങളിൽ തെളിയിക്കാൻ പോകുന്നത് ഇത് മറ്റൊരു രീതിയിൽ തന്നെ ഒരു ഭാഗ്യമായി ഈ സംവിധാനത്തിന് മാറുമെന്നുള്ളതാണ്. ഞാൻ ദീർഘമായി ഒന്നും പോകുന്നില്ല. ഈ ഗവൺമെന്റ്, കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് എന്താണെന്ന് നമുക്ക് കാണണമെങ്കിൽ നിങ്ങളൊന്ന് വടക്കോട്ട് നോക്കിയാൽ മതി. രണ്ടും ചുവന്ന കൊടി പിടിച്ചിരിക്കുന്നു, നമ്മളിപ്പുറത്ത് ചുവന്ന കൊടി പിടിച്ചിരിക്കുന്നു. വടക്കേ അറ്റത്ത് നിൽക്കുന്ന ഒരു സർക്കാരിന് ഓണറേറിയം കൂട്ടിയതിന് അഭിവാദ്യവും തെയ്യവുമായി വന്നു നിൽക്കുന്നു. അതിൻ്റെ ഇപ്പുറത്ത് സർക്കാരിന്റെ രണ്ടാമത്തെ കക്ഷിയുടെ കൊടിയുടെ കീഴിൽ സർക്കാരിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അനധികൃത കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ അനധികൃതമായി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനെതിരെ തന്നെ സമരം ചെയ്യുന്നു. ഇത് തന്നെയാണ് കേരളത്തിന്റെ ശാപവും. ഈ ഗവൺമെന്റ് ഏത് വിഭാഗത്തിന് വേണ്ടി നിലകൊള്ളുന്നു? ഏത് വിഭാഗം സന്തുഷ്ടരാണ്? ഏത് കാര്യത്തിലാണ് നിങ്ങൾ നവകേരളം സൃഷ്ടിച്ചല്ലോ? ഏത് കാര്യത്തിലാണ് ഇന്ന് കേരളം മറ്റ് ലോകത്തിന് മാതൃകയാകുന്നത്, ഇന്ത്യക്ക് മാതൃകയാകുന്നത്? അനേക ഘടകങ്ങൾ നമ്മൾ മുൻപിലായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും നാറിയ അധ്യായമായി മാറുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലേക്ക് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന നിലയിലേക്ക് ആണ് കേരളത്തിലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഈ ചക്രവർത്തി പോരാട്ടം. നിങ്ങളാരും ഇത് കണ്ടിട്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണെന്ന് ഒരാളും വിശ്വസിക്കരുത്. ഇതൊരു സ്റ്റേജ്ഡ് ഡ്രാമയാണ്, ഇതൊരു നാടകം അരങ്ങേറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പലയിടത്തും ചോദിച്ചു, 140 നിയോജക മണ്ഡലത്തിൽ കൂടി കടന്നു വന്ന പിണറായി വിജയന്റെ നവകേരള സദസ്സ് പ്രതിഷേധിച്ചവരെ എല്ലാം തല്ലിച്ചതച്ച ആ ഒരു പുത്തൻ സംസ്കാരം കേരളത്തിന് സംഭാവന ചെയ്ത സദസ്സ്, UDFന്റെ നേതാക്കന്മാരെ സർക്കാർ ചെലവിൽ കടന്നാക്രമിച്ച ആ സദസ്സ്, ഒരു പ്രസംഗമെങ്കിലും പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറഞ്ഞ ഒരു പ്രസംഗം നിങ്ങളോ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു പ്രസംഗം 140 ഇടങ്ങളിൽ പ്രസംഗിച്ചെടുത്ത് ഒരിടത്ത് നരേന്ദ്രമോദിയുടെ ഭരണം രാജ്യത്തിന് ആപത്താണ്, നരേന്ദ്രമോദിയാണ് ഇതിന്റെ കാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്രം ഞങ്ങളെ സഹായിക്കുന്നില്ല, കേന്ദ്രം ഉപദ്രവിക്കുന്നു, ഇതൊക്കെ പറഞ്ഞു അതാർക്കും പറയാമല്ലോ. VD സതീശനെ അടക്കം പ്രതിപക്ഷത്തെ എല്ലാ നേതാക്കന്മാരെ കടന്നാക്രമിക്കാൻ വേദി ഉപയോഗിച്ചിട്ടും എന്തേ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ ഒന്നും പറയുന്നില്ല? മറുപടി നമുക്ക് കിട്ടേണ്ടതുണ്ട്, മറുപടി കിട്ടാൻ കാര്യമൊന്നുമില്ല. അത് കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ വിമാനത്താവളത്തിൽ പോയവർക്ക് മനസ്സിലാവും, ആ പത്രം വായിച്ചവർക്ക് മനസ്സിലാവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ ജനുവരി 16-ാം തീയതി എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ലിസ്റ്റും കാര്യവും മന്ത്രിസഭാ യോഗവും കൂടി തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം P. രാജീവ് എന്ന വ്യവസായ മന്ത്രി, എറണാകുളം ജില്ലയുടെ മന്ത്രിയാണ്, മിനിസ്റ്റർ ഓൺ വെയിറ്റിംഗ് എന്നുള്ള നിലയിലേക്ക് എയർപോർട്ടിൽ സ്വീകരിക്കുന്നതും കയറ്റിവിടുന്നതും. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നവരുടെ ലിസ്റ്റിൽ മുഖ്യമന്ത്രിയുടെ പേരുണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ പേരില്ല. പക്ഷെ നമ്മൾ കണ്ടത് എന്താണ്? മുഖ്യമന്ത്രി ആ ലിസ്റ്റിൽ ഇല്ലാഞ്ഞിട്ട് പോലും അവിടെ ചെല്ലുകയും നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയും ആ സ്വീകരിക്കുന്ന രണ്ടുപേരും കൈകോർത്ത് നിൽക്കുന്ന ആ ചിത്രം പിറ്റേന്നത്തെ ദിനപത്രങ്ങളിൽ കണ്ടപ്പോൾ നമ്മൾ കോരിത്തെറിച്ചു പോകുന്നില്ലേ? എന്തായിരിക്കും കാരണം എന്നുള്ളത് എനിക്കറിയില്ല. പല സംശയങ്ങളും പലർക്കും ഉണ്ടാകുന്നു. കാരണം പിണറായി വിജയനെ കുറിച്ച് എന്തൊക്കെ ദോഷം പറഞ്ഞാലും ഒരു ഗുണമുണ്ട്, പുള്ളി അങ്ങനെ ആരെയും നോക്കി സൂചിപ്പിക്കുന്ന ആളൊന്നുമല്ല, സൂചിപ്പിക്കൽ രാഷ്ട്രീയം പുള്ളിക്കില്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പേര് വെക്കാത്തടത്ത് ഒരു കാരണവശാലും പുള്ളി പോകാൻ സാധ്യതയില്ല. പക്ഷെ പോയി എന്ന് പറയുമ്പോൾ
ജാനുവരി 15 വന്ന ദിനപത്രത്തിൽ കമ്പനി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേരിൽ അന്വേഷണം ആരംഭിച്ചു എന്ന പത്രവാർത്ത വന്നതിന്റെ പിറ്റേന്ന് തന്നെ പിണറായി വിജയൻ അവിടെ എത്തുമ്പോൾ, വളരെ അസ്വാഭാവിക നിലയിൽ എത്തുമ്പോൾ, എനിക്ക് നിങ്ങൾക്കും പലർക്കും പല സംശയവും തോന്നും.